ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഇന്നലെ സോയിബേബിന്റെ ബർത്ത്ഡേ കഴിച്ചിന് അതിന്റെ ഗിഫ്റ്റ് അൺബോക്സ് ആക്കുന്നതാണ്. നമുക്ക് ഓരോ ഗിഫ്റ്റ് അൺബോക്സ് ആക്കാം. അവൾക്ക് കുറെ ടോയ്സ് കിട്ടിയിട്ടുണ്ട്. കാറെല്ലാം അത് താഴെ ഉണ്ടൊക്കെ എല്ലാം. ഞാൻ ഇപ്പൊ മീറ്റിൽ വീഡിയോ എടുക്കുന്നുള്ളത്. നമുക്ക് മീറ്റിലേക്ക് എടുത്തിട്ട് വരാൻ പറ്റും. കാർ താഴെ ഉള്ളത് ഞാൻ വേറെ വീഡിയോയിൽ ഇടാം. കുറെ കാറെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സും ബാക്കിയുള്ള ടോയ്സ് എല്ലാം നോക്കാം. ഫസ്റ്റ് ഇത് നമ്മുടെ നൈബർ കൊച്ചു എന്ന ഗിഫ്റ്റ് ആണ്. ക്യൂട്ടായിട്ടുണ്ട്. ഒരു ബൊക്കെ കിൻഡർ ജോയും ടെഡി ബിയറിലിട്ട് ഈ ടെഡി ബിയറോട് ഫസ്റ്റ് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഞാൻ എറിയുന്ന കണ്ടിട്ട് ഇങ്ങ് വിചാരിച്ചിട്ടുണ്ട വാല്യൂ ഇല്ലാന്ന്. അങ്ങനെയൊന്നല്ല. പണ്ട് ക്ലാസ്സിലെ കൂടി ഇങ്ങനെ കാണുന്നുണ്ടോ ഫ്രണ്ടിൽ കുറെ ഇയാളിരുന്ന് ഇവരെല്ലാം എന്റെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന കാണാനിരുന്നതാണ്. അക്ക് വീഡിയോ എടുക്കാണ്ടോണ്ട് പിന്നെ മെല്ലെ എടുക്കുന്നത്. ഇവർക്കാണെങ്കിൽ ഒരു സബൂറും ഇല്ല. കത്രിക ഇതിലൊരു ക്യൂട്ട് വാച്ച് ഉണ്ട്. പിന്നെതാ കണ്ണാടി. കണ്ണാടി ഡ്രസ് ഇട്ടിട്ടില്ലേ? ഞാൻ വെച്ചിട്ട് കളിക്കട്ടെ. പിന്നെ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് കിൻഡർ ജോയ് അത് പൊട്ടിച്ചിട്ട് കാണിക്കുന്നില്ല. കിൻഡർ ജോയ് ഇത് ഈ സംഭവം ആദ്യം ക്യൂട്ടി ഡബ്ബറും ക്ലിപ്പെല്ലാം. ഇത് ആര് തന്നെന്ന് അറിയില്ല. നോക്കട്ടെ. കുട്ടിക്കുന്നത് പണി നിങ്ങൾ വാ തുറക്കാനി. നല്ല ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട്. ബേബേ തുറക്കാം. നല്ല ടൈം ലേറ്റ് ആയി പരിപാടി ആയിട്ട് ഇപ്പൊ ഞാൻ തുറക്കുന്നത്. കാരണം ഇവർക്കൊന്നും സബൂറില്ല. സോ ഞാൻ ബേബേ തുറത്തിട്ട് അളക്കാം. ഇത് നമുക്കൊരു ലഡുവും തോന്നിയത്. ഇതാ ലഡുവാ മൈസൂർ പാക്ക എടുത്തോ. ലഡു അല്ല. നെക്സ്റ്റ് ഇത് പൊട്ടിക്കാനാ മതി. ഇത് നോക്കാൻ മാത്രല്ല ക്ലീൻ ആക്കാനും അല്ലാതെ വേണം. ഈ സിപ്പ് പൊട്ടിക്കണ്ടേ? ഇപ്പൊന്നും പൊട്ടിക്കണ്ട. ഇതൊന്നും നമുക്ക് അറിയില്ല. ആര് തന്നേന്നൊന്നും അറിയില്ല. അതിനെ ജസ്റ്റ് പൊട്ടിക്കുന്നത് അറിയുന്നത് മാത്രം പറയാം. ഇതാ നല്ല ഫ്രോക്ക്. റൂമിൽ കൊറേ ആളുണ്ടോണ്ട് തന്നെ ഭയങ്കര സൗണ്ട്. എത്ര മുണ്ടാണ്ടിക്കാൻ പറഞ്ഞാലും സൗണ്ട് ഉണ്ടാവും. അതിന്റെ അടുക്ക് മാമ എന്തോ പറഞ്ഞ അത് കേട്ട് ചിലരിച്ചിരിക്കുന്നു. ഓക്കെ. ഇതാര്? മുകേഷ് ചേട്ടൻ. നമ്മുടെ നെയ്ബർ മുകേഷ് ചേട്ടൻ കൊണ്ടുവന്നേ നല്ലവര്. നല്ല ഫ്രോക്ക്. ഡെയിലി യൂസിനെല്ലാം നല്ലതാണ്. ഇങ്ങനത്തെ എല്ലാം ചൂടല്ലേ ഇപ്പം. എറിയുന്നതിനും തോന്നണ്ട. അവിടെ ആശ്രയിച്ചുണ്ട്. അക്കടെ വെക്കാന് അക്കടെ വെക്കാൻ സ്ഥലമില്ല. എങ്ങനെയുണ്ട്? വാങ്ങണ്ട? വാങ്ങില്ലേ? എന്താ നല്ല തല പൊട്ടിച്ചോ. ഇങ്ങോട്ട് വന്ന് പൊട്ടിക്ക്. എനിക്ക് തൊട്ടിക്ക് പൊട്ടിക്കാൻ കഴിയുന്നില്ല. നമ്മൾ നഖവും ഇല്ല. അടുത്താണ് സ്റ്റിക്കർ. അങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തിത്തരുന്നു. അപ്പൊ വേഗം തുറക്കാൻ കഴിയുന്നു. നമ്മ ഇത് പൊട്ടിക്കുമ്പോ ഏകദേശം 4 മണി 3:45 4 മണിയിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനല്ലേ? ഇത് അല്ലേ വേണ്ടത്. അല്ലത് എടുത്ത് വെച്ചോ. പൊട്ടിക്കുമ്പോ വേണ്ടി വരും.
അത് പൊട്ടിക്കാതെടുത്തേക്ക് ഞാൻ കപ്പാട്ടിലെക്കുന്നല്ലേ. ആ നല്ല വയ്യല്ലേ ഇത് പൊട്ടിക്കുന്നത്. ഇത് മറ്റേ എന്തല്ലേ റോംബറ് അല്ല ഇല്ല എനിക്ക് റോംബർ ടൈപ്പ് എല്ലാം ഭയങ്കര. ഇതെന്ത് എയർബോ അല്ല, എയർബോ അല്ല, ഇത് വള്ളി. ഇത് കെട്ടണ്ട വള്ളിന്ന് തോന്നുന്നു. ഇത് നേരത്തെ പൊട്ടിച്ചല്ലേ ഇത് പൊട്ടിച്ചിട്ടാ. അല്ല ഇത് പൊട്ടിച്ചിട്ടാ. ഒന്നിത് ഇതിൽ ആര് തന്നേന്ന് അറിയില്ല. മംഗളത്തിനല്ല. അതാ ഇത് ഒരു ജീൻസിന്റെ ഒരു സ്കേർട്ടും ടോപ്പും നല്ലുണ്ട്. ഇത് ഒരു ഫ്രോക്ക്. അത് വാങ്ങണ്ട്. ഒരു ലാവൻഡറും വൈറ്റും. അത് ഇടുമ്പോ പ്രശ്നം ഉണ്ടായില്ല. അതൊന്നും ഇത് കുത്തോന്നില്ല. ഇതെന്ത് സംഭവം? ഇതാരെന്നെ അറിയോ? ഇത് ഉള്ളില് കൂട്ട് പാവാട. ഇതില് പുഴന് ഒരു ദിവസം കൊണ്ട് കറിയാക്കിട്ട് നോക്കുന്നത് കറിയിട്ടല്ലോ. ഇത് ഷർട്ടും സിമറിഞ്ഞ ഇത് നമ്മളെ നെയ്ബർ സിമറിഞ്ഞത്. ഇത് ഒരു സ്കേർട്ടും ഒരു ട്രൗസറും. ഇത് ഡ്രസ് തന്നെ തോന്നിയത്. കുട്ടിക്കുന്ന സാധനം എടുത്തു. കുട്ടിക്കുന്ന സാധനം സ്റ്റിക്ക്. ഇതൊന്ന് പൊട്ടിക്കാൻ വരുമോ? അല്ലയാ പൊട്ടിക്കാൻ ടെഡി ബിയർ. ഇതങ്ക് ഇത് ഇതങ്ക്. ചെന്നായി ആ ടേഡി ബിയറിനോട് കടന്നിട്ടുണ്ടത്. ഇതാ ഇത് സ്കേർട്ടല്ല, പാന്റ്. സഡി ഈ വില കുടിച്ചാകുമ്പോ തിരുമ്പൂനി. ഇതാ അല്ലുണ്ട്. എങ്ങനെയുണ്ട് ഇത്? ഇതെങ്ങനെയുണ്ട്? പിൻട്രസ്റ്റ് ഡ്രസ് നല്ലുണ്ട്. പക്ഷെ ഇതാരും ഉണ്ടെന്ന് അറിയുമാ? ഇത് മുട്ടായി തോന്നുന്നു. ഇത് മുട്ടായി തോന്നുന്നു.
ഇത് രണ്ടാളും ഇതേപോലത്തെ കൊണ്ടുവന്നത് ഒക്കെ വന്നാളായിരിക്കും ചെലപ്പോ. എന്നാലും കൊറേ നാളത്തേക്ക് മുട്ടായി വന്ന ഇത് അങ്ങനെ മുട്ടായി കൊറേ നാളത്തേക്ക് മുട്ടായി ഒന്നും വേങ്ങണ്ടാവുള്ളു. അതെ ഇതിലിടുക അത് പൊട്ടിക്കുന്നില്ല. ഇതിലിടൂ. ഇതല്ല ഡ്രസ്സ്. ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ലോക്ക് നോർമലി യൂസ് ആക്കാൻ പറ്റും. ഫ്രോക്ക് ഒന്നുള്ള അധികം ഇടുന്നില്ല. ഈ അതിന്റെ വീഡിയോയിൽ എത്രത്തോളം എന്റെ സൗണ്ട് കേൾക്കും നമുക്ക് അറിയില്ല. ഫുൾമാരിട ഇത് മൊയ്തല ഉണ്ടെന്നത്. ഇത് മൊയ്തലാന്റെ കമ്മലൂടെ വെച്ചിട്ടാ പരിപാടി കഴിഞ്ഞ പാടി ഇവരാണ് പോസ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കുന്നത്. അത് നാളെ അല്ല ഒരുങ്ങിയിട്ടെല്ലാം എടുക്കണമെന്നുണ്ടായത്. ഇത് മൊയ്തല ഉണ്ടെന്നത്. ഇത് ടോയ് ബൊമ്മ കുഞ്ഞിണ്ട്. കും കളിക്ക. ഹലോ മൊയ്തല. ഇതെന്താ അറിയില്ല. വണ്ടി ആയിരിക്കും ചെലപ്പോ തോന്നുന്നു. അറിയില്ല. ഇത് വണ്ടിയും തോന്നുന്നു. പോരട്ടുന്നേ ചെലപ്പോ പോരട്ടുന്നായിരിക്കും. അറിയില്ല. ഇത് എന്ത് നോക്കട്ടെ. വെയിറ്റ്. കൊറേ ഞാൻ ലാഗാന്നിട്ട് കൊറേ എടുത്തിട്ട് മാറ്റിട്ടേ. രണ്ടാമത്തെ ടെഡി ബിയർ. ഒന്നാ പങ്ക് ഉറപ്പ്. ഓറഞ്ച് അങ്ക്. എന്റെ ഓറഞ്ചിന്റെ ഇതെന്റെ ഓറഞ്ചിന്റെ മോന്. എന്റെ വലിയ ഓറഞ്ചിന്റെ മോന്. ഇത് നല്ലുണ്ട്. ഇത് അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇത് നൈന എത്തോ. ഒന്നാക്ക് തരണോ? ഒന്ന് നീ അക്ക് തരോ? ഇല്ലേ തന്നെ. ഇത് മഞ്ച്. ഇത് ടോയ് തോന്നുന്നു. ഇത് കഥ ഞാൻ തോന്നുന്നു. കഥ 5 സ്റ്റാർ. കൊറേ പെട്ടിട്ട് അനക്ക് കൊറേ നാളത്തേക്ക് മുട്ടായി വേങ്ങണ്ട. ഓളെ പേര് പറഞ്ഞക്ക് തോന്നാ. ഇത് എപ്പോഴാണ്? നല്ല വലുത്. നല്ല ഡ്രസ് കേട്ടാ. പിൻട്രസ്റ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ് കൊറിയൻ ടൈപ്പെല്ലാം. കുറച്ചും കൂടി വലുതാ ഞങ്ങടെ. ഇങ്ങനത്തെ ഡ്രസ് എല്ലാം നല്ലത്. കോളേജിൽ പോകുമ്പോ ഇടാൻ കൊടുക്ക. ഇതതുപോലത്തെ ഇത് നമ്മക്കുള്ള പോലത്തെ ഒരു പാന്റ്. ബാഗി പാന്റ്. വലുതാവുമ്പോ മേങ്ങണ്ടല്ല. കിട്ടിയതല്ലേന്ന്. അത് ഇടാ. നിക്ക പിടിച്ചോ. അത് പിടിച്ചോ. ഇത് ഫ്രോക്ക്. ഇതൊക്കെ ഇപ്പൊ ഇടാ. കയ്യില് ഇനി ഒരു ഡ്രസ്. ഏത് അല്ലീ കൊട്ടിലുണ്ട്. പിന്നെ ഒരു ഡ്രസ്. ഇത് നല്ല ഡ്രസ്. പക്ഷെ ഇത് വേറെ കവർന്ന് കിട്ടിയത്. ഇത് വേറെ കവർ. അല്ല ഇത് പറയാറുന്നത്. പിന്നെ എല്ലാം സാരി.
അപ്പൊ സോറി അനക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഇത് രണ്ടും ഒന്നാമത് വേറെ. അപ്പൊ ഇതോ ഓക്കെ. ആ ഡ്രസ് നല്ല ഉണ്ട്, ആ പാന്റും കുപ്പായം. സദ്യയും നൈറ്റ് ഡ്രസ് ഇപ്പൊ ഇട്ടിട്ട് കിടത്ത. ഇതാവില്ല ഇപ്പൊ ആവും തോന്നുന്നു. ഇതിപ്പൊ ഇട്ടിട്ട് കിടത്ത. ഇത് എന്റെ കസിന്റെ കൊണ്ടുവന്നത്. അല്ലേ ഓക്ക് ഇത് കറക്റ്റ് അളവാണ്. ഓക്ക് ഇപ്പൊ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്. മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തത് നല്ല ഇഷ്ടപ്പെട്ടെനി. നല്ല മെറ്റീരിയല്. ഈ കളർ നോക്ക് കൊറേ കിട്ടിയെന്ന് തോന്നുന്നു. അധികം ഈ കളറാണോ കിട്ടിയത്? അല്ല ഉണ്ടല്ലോ ഫ്രോക്ക്. ഇത് എന്താ പറയുക, കൊറേ നേരെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതെന്തായിരിക്കും? ഇത് വെയിറ്റ് ഇല്ല, കാരണം ടെഡി ബിയർ എന്ന് തോന്നുന്നു. ചെറിയ ടെഡി ബിയർ ആയിരിക്കും ചിലപ്പോ, അറിയില്ല. നോക്കട്ടെ. നമുക്ക് വേണിപ്പോ ടെഡി ബിയർ ഏതൊക്കെ നക്ക് തരണം ഉറപ്പ്. ഇതാ നായ്ക്കുഞ്ഞ നിലത്ത് ടെഡി ബിയർ. നായല് ടെഡി ബിയർ. നായ. ഇതും മഞ്ച്. ആരും നിനക്കറിയില്ല, അറിയുന്നവരുടെ കമന്റ് ആക്കിക്കോട്ടെ. ഇത് ചോക്ലേറ്റ്. ഇത് നൈറ്റി, കുഞ്ഞി നൈറ്റി. ടോപ്പാ? ഇത് ടോപ്പ് സൈഡ് കീറുണ്ട്. ടോപ്പ് നല്ലുണ്ട്. കോട്ടയം പറ്റിയ ചൂടിനല്ല നല്ലതാണ്. ഇതായിരുന്നത് പാവാടി കുപ്പായം നല്ലുണ്ട്. കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പൊ മിണ്ടല്ല, കഴിഞ്ഞ്. മമ്മതിലെ കൊറേ ഒളിപ്പിച്ച് വെച്ച് ഞാൻ പൊട്ടിക്കാൻ വൈകുന്നേരത്തെ. മമ്മതിലെ പൊന്തിയ മമ്മതിലെ കുറച്ച് മമ്മത് ഇല്ല. ഇതില് ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് ടോയ് കാറെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് താഴെ ഉള്ളത്. അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം. നാളെ അതും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കാം. വീഡിയോ എടുക്കാൻ അൽമാക്കിയ ആൾക്കാർ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടിയിട്ട് ഒന്നാകെ എടുക്കാരിച്ചിട്ടുണ്ട്. എല്ലാ ഗിഫ്റ്റ് കാണിച്ചിട്ട് നല്ലതിൽ ഒരുങ്ങിട്ടെല്ലാം എടുക്കാരിച്ചിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എടുത്ത് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ എടുത്തിനി. പരിപാടി ഒരു മണിയാകുമ്പോൾ ഒന്നര ആ ടൈമിൽ കഴിഞ്ഞിനി. വീഡിയോ എടുത്തിട്ട് കഴിയുമ്പം ഒരു 4 മണി 4:30 ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ അൺബോക്സ് ആക്കുന്ന വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിട്ടാ. ഒന്നാമത് ബേനയായിട്ട് കഴിഞ്ഞിട്ട് ഒരു എടുക്കാൻ മൂഡ് ഉണ്ടായിട്ട് അങ്ങനെ ലൈറ്റ് എടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ തലശ്ശേരിയിൽ പോകുന്നു. ഞാൻ 13-ാം തീയതി ഏപ്രിൽ 13. അപ്പൊ ഞാൻ തലശ്ശേരിയിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഇനി എടുക്കാൻ കഴിയാം. ഇന്ന് എന്നാലോ കാണിക്കാനുള്ള ബാക്കിയുള്ള ഗിഫ്റ്റ് കാണിച്ചിട്ട് ആ വീഡിയോ കംപ്ലീറ്റ് ആക്കാതിരിച്ച്. കുറച്ച് ഡ്രസ്സും പിന്നെയുള്ള വണ്ടി ഒന്നും കാണിച്ചിട്ടുണ്ടായിട്ട, അല്ല താഴെ ഉണ്ടായത്. സോ കാണിച്ചിട്ടുണ്ടായിട്ടാ. അല്ല ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ കാണിക്കാൻ ബാക്കിയുള്ള ഡ്രസ്സ് കാണിച്ചുതരാം. ഈ കാണുന്ന ഡ്രസ്സെല്ലാം അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിട്ടാ. ആ ഒരു ഫംഗ്ഷൻ്റെ ടൈമിൽ എല്ലാവരും തിരക്കിലുണ്ടാകുന്ന ടൈമിലാണ് ഒരാൾ കൊണ്ടുതരുന്നത്. അപ്പോൾ എവിടെ വെച്ച് ആ ടൈമിൽ നമുക്ക് തന്നെ അറിയുന്നില്ല. നമുക്ക് തോന്നി ഈ വീഡിയോ എടുത്തതിന് ശേഷം 6-7 കൊട്ടയോളം ഡ്രസ്സ് ഉണ്ടായിന്. കൊട്ട മീൻസ് കവറ്. പിന്നെ 1-2 ടോയും കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ അത് കിട്ടിയ ശേഷം വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് ആഡ് ആക്കാം. പിന്നെ ഓൾറെഡി ഞാൻ ഇട്ട എല്ലാ വീഡിയോനെയും കാട്ടി ലെങ്ത് ഈ വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ ശനിയും വീഡിയോ എടുത്തിട്ട് ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത് ആയി പോകും.
പിന്നെ ഈ ഒരു 4 ഡ്രസ്സ് താഴെ റൂമിലുണ്ടായത്, ആരോ മെയിറ്റ് താഴെ റൂമിൽ വെച്ചിട്ടുണ്ടായത്. 2 ജീൻസിന്റെ ഷോർട്സും ഉണ്ടായിന്, പിന്നെ 2 ടീഷർട്ട് ഉണ്ടായിന്, പിന്നെ ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ അല്ലേ അതിൻ്റെ ഒരു ടോപ്പും യെല്ലോ ഷോർട്സും, പിന്നെ ലാസ്റ്റ് ഒരു ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായി. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. കിട്ടിയ എല്ലാ ഗിഫ്റ്റും മാഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്, നല്ല ഇഷ്ടപ്പെട്ടിന്. പക്ഷെ ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒന്നാമത് ആ പരിപാടി കഴിഞ്ഞതിൻ്റെ ക്ഷീണവും പിന്നെ തലവേദനയും അങ്ങനെയുണ്ട്, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിന്. പിന്നെ എല്ലാവർക്കും ഉറങ്ങേണ്ടിയോണ്ട് ബേബിയും വീഡിയോ എടുത്തിട്ട് കളിക്കിയതാണ്. അപ്പോൾ എന്ത് പറയാൻ കഴിഞ്ഞിട്ടാ, എല്ലാവരും തന്ന ഡ്രസ്സും ടോയെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ കുറേ ഡ്രസ്സിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് ഇതെൻ്റെ മാമ മീൻ തന്നത് ഫോട്ടോയിൽ തോന്നുന്നു. ഇത് കറക്റ്റ് പേരെന്താന്നൊക്കെ അറിയില്ല. ഇത് എൻ്റെ ബ്രദർ ചിപ്പ് വന്നത് സൈക്കിൾ, ഓനും അവൻ്റെ ഗുഡ് ബി. പിന്നെ ഇതെൻ്റെ മാമൻ്റെ ആങ്ങളാന്നത് മുത്തിലാക്കാം. ഇത് ചാച്ച തന്നത് JCB. പിന്നെ ഇത് തൊപ്പി ഉണ്ട് അപ്പുറം എടുത്തിട്ട്. ഇത് ജാസർ ഖാൻ്റെ ബ്രദർ എന്ന ഇച്ചാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് കൊണ്ടു തന്നെയാണ്, ഒരു യൂസ് ആക്കിയിട്ട് ചെറുതുണ്ടാകുമ്പോൾ കിട്ടിയത്. പിന്നെ കുറച്ച് തായുണ്ട്, അത് ഞാൻ താഴെന്ന് കാണിക്കാം. ഇനി കുറച്ച് തായുണ്ട്, ഇത് ഞാൻ റൂമിലുള്ള സാധനം മാത്രമേ കാണിച്ചത്, ബാക്കിയെല്ലാം തായുള്ളത് പാടുന്ന് കാണിച്ചത് ഞാൻ. ഇത് പിന്നെ യാസച്ചമ്മ, ഇത് ബർത്ത്ഡേൻ്റെ ബ്ലോഗിലും ഫോട്ടോയിലും കണ്ടിട്ടുണ്ടാവും. യാസച്ചമ്മ ഇത് കാണിക്കാനൊക്കെ വിട്ടുപോയി. പിന്നെ തായുണ്ട് ബാക്കി വണ്ടിയിൽ, അപ്പം ഞാൻ തായെന്ന് ബാക്കിയെല്ലാം കാണിച്ചു തരാം. പോകുമ്പോൾ ഭയങ്കര മെസ്സി ആയിട്ടുള്ള, ഇപ്പം ഞാൻ പോകുന്നുണ്ട് എല്ലാം വാരി വലിച്ചിട്ടിട്ട് തായെന്ന് ബാക്കി 2 വണ്ടിയും കൂടി കാണിച്ചു തരാം. ബർത്ത്ഡേ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ട്രോളർ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി കൊടുത്തിയാണ്. എൻ്റെ അമ്മാന്ന് ഞാൻ വിളിക്കില്ല, എൻ്റെ അമ്മാന്ന് എൻ്റെ ഇളയ മനസ്സിലായിരിക്കും. പിന്നെ ഇത് ഈ ഒരു ജീപ്പ് എൻ്റെ ഉമ്മ കൊടുത്തത്. ഇത് കുറച്ച് വലുതാണ്, ഓക്ക് ഇപ്പോൾ ഓടിക്കാം, കുറച്ച് വലുതായാലും ഓടിക്കാം. ഇപ്പോൾ ഇരുന്നിട്ടാകുമ്പോൾ തല പുറത്തേക്ക് കാണുന്നില്ല, അവള് നിൽക്കണം. കുറച്ച് തല പുറത്ത് കാണണമെങ്കിൽ ഇരുന്നിട്ടാകുമ്പോൾ ഒട്ടും കാണുന്നില്ല, പുറത്തേക്ക് കാണാതെ ഓട്ടാൻ കഴിയില്ലല്ലോ. അവളിപ്പോൾ അധികം യൂസ് ആക്കി ചെറിയ ജീപ്പാണ്. ഇൻഷാല്ലാ ഇത് കുറച്ച് വലുതായെങ്കിലും ഓക്ക് ഓടിക്കാം. പിന്നെ എൻ്റെ മാമാൻ്റെ ആങ്ങളുടെ മോനും മോൻ്റെ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിന്, സ്കൂട്ടി. അത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ തിരക്കിൽ തലശ്ശേരി പോകുന്ന തിരക്കിലാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ അത് വിട്ടുപോയി, പോകുന്ന തിരക്കില്ലല്ലോ. ഞാൻ ഇരുന്ന വീഡിയോയിൽ കൊടുക്കാം ലാസ്റ്റ്. അത്യാവശ്യം കുറച്ച് ലോങ് ആയി പോയി വീഡിയോ. എല്ലാവരും എന്തായാലും വാച്ച് ആക്കണം, സപ്പോർട്ട് ആക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ലവ് യു ഓൾ.